ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് 50% അധിക തീരുവ ചുമത്തുന്ന ട്രംപിന്റെ നടപടിയിൽ പകരത്തിന് പകരം മറുപടി നൽകണമെന്ന് തന്നെ ആ നിലപാടിൽ തന്നെ ഉറച്ചാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ എത്തി നിൽക്കുന്നത്. ഈ ആവശ്യം കൂടുതൽ ശക്തമായതോടെ ഇക്കാര്യവും കേന്ദ്ര മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വെക്കണമെന്ന ആവശ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആകുമോ എന്ന് അല്ലെങ്കിൽ സാധിക്കുമോ എന്നതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിഴലിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നല്ല ചുട്ട മറുപടിയാണ് നൽകിയത്. ഇന്ത്യ ഒരിക്കലും ആരുടെയും മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് മറുപടിയായി തന്നെ പകരം തീരുവ ചുമത്തണമെന്ന നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയതിന് പകരമായി തന്നെ നടപടിയിൽ അത് വേണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ഇക്കാര്യം ചർച്ചയ്ക്ക് വെക്കാൻ ഒരുങ്ങുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിൽ എംപിമാർ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യ പകരം തീരുവ പ്രഖ്യാപിക്കാത്ത ദൗർബല്യമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് BJP അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം അമേരിക്ക റഷ്യ ചർച്ചയെ ഇന്ത്യ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അത് തീരുമോ എന്ന പ്രതീക്ഷകൾ നിലനിൽക്കുകയും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15-ന് അലക്സയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്കായി തന്നെ അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിനുള്ള സാധ്യതകൾ തുറക്കുന്നതിനുമുള്ള ഉറപ്പും ആ ഒരു സാധ്യതയും ഇപ്പോൾ ഇതിൽ കാണുന്നുവെന്ന് വ്യക്തമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപും സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ എന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ തമ്മിലുള്ള എൻ്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച അടുത്ത വെള്ളിയാഴ്ച 2025 ഓഗസ്റ്റ് 15-ന് അലക്സയിൽ ഗ്രേറ്റ് സ്റ്റോറിൽ നടക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്താനുള്ള നടപടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്യുകയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലടക്കം അമേരിക്ക കടുത്ത എതിർപ്പ് തുടരുന്നതിനിടയിലായിരുന്നു റഷ്യയുമായുള്ള വ്യാപാരത്തിലടക്കം വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള പതിറ്റാണ്ടുകളായി തുടരുന്ന തന്ത്രപ്രധാനമായ ശ്രമങ്ങളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര നയം ദുർബലപ്പെടുത്തിയെന്ന് മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് മേൽ പ്രത്യേകിച്ച് റഷ്യ എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ കനത്ത തീരുവകൾ ഇന്ത്യയും റഷ്യയും അതുപോലെ ചൈനയും കൂടുതൽ അടുപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയത്. മാത്രമല്ല ഏപ്രിലിൽ ട്രംപ് ചൈനയുമായി നേരത്തെ അത് നേരിയ വ്യാപാര ഏറ്റുമുട്ടലിന് തുടക്കമിട്ടെങ്കിൽ പോലും ഈ നടപടി ഇന്നും പിന്മാറാതെയും നിലനിൽക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അദ്ദേഹം ഇന്ത്യക്ക് മേൽ 50% കൂടുതൽ തീരുവ ചുമത്തുകയും ഈ തീരുവ അമേരിക്കയ്ക്ക് ഏറ്റവും മോശം ഫലം വരുത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.